അകത്തേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം, ഗോവിന്ദനാശന്റെ കയ്യിൽ നിന്ന് 501 രൂപ കിട്ടിയാലേ നാളെ മൈക്ക് സെറ്റും നാവ് സെറ്റും വർക്ക് ചെയ്യൂ. അതുകൊണ്ട് എല്ലാരും നല്ല പയറ പോലെ ഇടിച്ചിടിച്ചു. പെണ്ണപ്പഴിപ്പാടെ വരുന്നുണ്ട്. തിരുവാ ആശാൻ അസുർ മാറിക്കോ വരട്ടു. നമസ്കാരം. ഇതിപ്പോ ഏത് കമ്മിറ്റിയാ പൊന്നപ്പാ? ഇത് കൊയ്ത്ത് കമ്മിറ്റി. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ എന്നിവരെ കുറിച്ച് ഏവനോരത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൂലി കൂടുതലൊന്നും കൊടുക്കില്ലല്ലോ. ഇവരുടെ ദിവസക്കൂലി ഇരട്ടിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പുന്നമടയിൽ ഞാൻ ഉദ്ഘാടനം ചെയ്ത മഹിളാ ജാഥ റാണി, മാർത്താണ്ഡം, ചിത്തിര എന്നീ പാടശേഖരങ്ങൾ കടന്ന് കൈലഗിരിയിൽ എത്തിച്ചേരുമ്പോ അതും പൊന്നപ്പൻ തന്നെ ഉദ്ഘാടനം ചെയ്യും. ഞാൻ ചെയ്യുന്നതാണ് അവർക്ക് ഇഷ്ടം. ബാക്കി തങ്കോടി പറയാം. ഞാൻ പോയി പാനിവരത്തി ഒന്ന് കണ്ടേച്ചു വരാം. ആ ശരി, ഓൾഡ് ഈസ് ഗോൾഡ് എല്ലാം വെക്കുള്ളൂ. ബാക്കി 22 ക്യാരറ്റ്സ് എല്ലാം ഇവിടെ നിൽക്കും. ഒരു 2001 എഴുതാശാനെ. 2001 എങ്കിലേ 1001 കിട്ടൂ. അയ്യോ ചേച്ചാ 5000 ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കില്ല. ശ്രീ ആലക്കൽ. ആലപ്പുഴയിലൊക്കെ താറാമുട്ടയ്ക്ക് 3 രൂപ 10 പൈസ ഉണ്ടെന്ന് കായലി വെച്ച വാസൂട്ടൻ പറഞ്ഞു. ഇവിടെ ഒരു ദുഷ്ടന്റെ കടയിലാണെങ്കിൽ എന്നും 2.5. പറ്റിച്ചു നിന്നിട്ട് വല്ല ഗുണവും പിടിക്കുന്നുണ്ടോ? അതുമില്ല. കാപ്പി അതോടെ ഉച്ചയ്ക്ക്. റേഡിയോയിലാണെങ്കിൽ ചുക്കിന്റെയും ചുണ്ണാമ്പിന്റെയും കുരുമുളകിന്റെയും വില പറയും. പക്ഷെ താറാമുട്ടയുടെ വില മാത്രം പറയില്ല. അഡ്രസ് കിട്ടിയിട്ട് വേണം ആ ആകാശവാണിക്കാർക്കൊരു കത്ത് എഴുതാൻ. പ്രേമലേഖനമാണോ? അതെ. എന്റെ വില നഷ്ടമുണ്ടോ? നഷ്ടപ്പെടാൻ വിലങ്ങുകൾ, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. ഓ വിപ്ലവം. എന്താ ഈ സമയത്തൊരു കറക്കം? ഒന്നുമില്ല, മമ്മിയെ കാണാൻ വന്നതായിരിക്കും അല്ലേ? പെറ്റ തള്ളയായി പോയില്ലേ, കാണാതിരുന്നപ്പോ ഒരു വിഷമം. വെക്കണ്ട. ഓ അതെടുത്ത് അണ്ണാക്കിൽ ഒഴിച്ചോ? അവക്ക് കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാ. ഘട്ടം കാപ്പി കുടിച്ച് ശീലിക്കരുത്. അവളെ വല്ലവരും കട്ടോണ്ട് പോകും. ഗീതേ, എന്തോ ഒരു 50 രൂപയും തന്നെ. ഇതേ രാവിലെ മഹിളാ ജാഥയെന്ന് മഹിളകളെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് 501 രൂപയുടെ ഒരു കുറ്റിയാ കയറിയത്. അതും കടം. ഇനി ഇത് വാങ്ങിക്കണേ 1000 രൂപയുടെ നടപ്പ് കിടക്കണം. ഇയാള് നടക്ക് ഓടുക എന്താന്ന് വെച്ചാ ചെയ്തു. അല്ല ഇങ്ങനെ ചോദിക്കുമ്പോ എടുത്തവരെ ഇവിടെ അടിച്ചു വെച്ചിരിക്ക. എന്താടി തന്നാൽ? എടി എന്താടി തന്നാൽ? വള്ളം മുങ്ങി നിന്റെ തന്തയും തള്ളയും ചത്ത അന്ന് മുതൽ നിന്നെ ഇക്കാണെന്ന മുതലാക്കി വളർത്താനും നോക്കാൻ എന്റെ തള്ളയെ തന്നില്ലേ? ഇമാതിരി വേസ്റ്റ് പരിപാടിക്ക് സ്വന്തം തള്ളെ ആരെങ്കിലും തരുവോടി? തന്നെങ്കിലേ അവരുടെ മോൻ എന്റെ കാശിന് ഒരുപാട് ഞണ്ണി ഇട്ടുണ്ട്. അതായത് ഞാൻ 7ാം വാർഡ് മെമ്പർ പൊന്നപ്പൻ. അതെ അതെ അതെ. തിന്നും, ഇനിയും തിന്നും. അല്ല തിന്നായിരിക്കാൻ നമ്മളൊന്നും വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ. അയ്യോ ബന്ധം ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ ഈ കണക്കിന് വല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ തന്റെ ശല്യം സഹിക്കാൻ വേണ്ടി പണ്ടേ കെട്ടി തൂങ്ങി ചാടേണ്ടി വന്നേരെ. അതുകൊണ്ട് പൊന്നപ്പെട്ടപ്പോ തനിക്ക് കാശ് ഇരുന്ന പ്രശ്നമില്ല. അവൾ പറഞ്ഞത് കേട്ടില്ല, ഏറെ പോടാ എന്ന് പറഞ്ഞാൽ ഒരു 50 രൂപ തരാൻ പറഞ്ഞു. ഞാൻ പറയത്തില്ല. ഞാൻ ഇനി മാസം ഇങ്ങോട്ട് വരത്തില്ല. ഉറപ്പാണോ? ഉറപ്പാ. എന്നാ ഒരു 50 രൂപ എടുത്തേക്ക്, ഞാൻ ഇപ്പൊ വരാം. മോളെ അരിവാളും കൂടെ എടുത്തോ. എന്താ അവള് കൊയ്ത്തിന് പോകുന്നു? അവൾ ടി വി കാണാൻ പോകുന്നു. അതിന് അരിവാ എടാ തിരിച്ചു വരുമ്പോഴേ ഇരുട്ടും, അതുകൊണ്ട് ആ അരിവാളും കൂടെ എടുത്തോളാൻ പറഞ്ഞത്. എനിക്ക് സമയമില്ല. 50 രൂപ തന്നല്ലേ. ഓ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. 2ാമത് പരീക്ഷ എഴുത്. ദീപു അല്ലേ എന്നോട് പറഞ്ഞു ഞാനിനി എപ്പോഴും അമ്മയുടെ അടുത്ത് ഉണ്ടാവണമെന്ന്. എന്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതേ ദീപു. എന്തു ഈ പറഞ്ഞതൊന്നും നടക്കാൻ പോണില്ല. ലളിതേച്ചി R ബ്ലോക്കിൽ വള്ളം മുങ്ങി. എപ്പോഴാണെന്നൊന്നും അറിയില്ല. കടവത്ത് പറയണ കേട്ടതാ. ആരൊക്കെയോ ചത്തിട്ടുണ്ടെന്നാ തോന്നണേ. വാർത്തയിലുണ്ടാവും. ഈ റിമോട്ട് എവിടെ? കൊച്ചിനെ കളിക്കാൻ കണ്ടൊരു സാധനം. ചത്തവരോ ചത്തു. ഇനിയിപ്പോ വാർത്ത കേട്ടിട്ട് എന്താ കാര്യം? സീരിയലിൽ ഇന്ദുവിന്റെ കല്യാണം നടക്കാൻ പോവാ. അതെ, അടുക്കള പണിയും പ്രസവവും കൂടെ ഒരുമിച്ച് നടക്കില്ല. ഒന്നുകിൽ ഇന്ദുവിന്റെ കല്യാണം അല്ലെങ്കിൽ വള്ളം മുങ്ങല്. സീരിയലല്ലേ, ഇന്ദുവിനെയും കല്യാണം കഴിക്കും. അതുകൊണ്ട് ഇപ്പൊ വള്ളം മുങ്ങിയാ മതി. പാടശേഖരങ്ങളിലെ സ്ത്രീ തൊഴിലാളികളുടെ ദിവസക്കൂലി ഇരട്ടിയാക്കണമെന്ന് 7ാം വാർഡ് മെമ്പർ പൊന്നപ്പൻ ആവശ്യപ്പെട്ടു. മഹിളാ ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ പൊന്നപ്പൻ. ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ ആശയും ആവേശവും ഞാനാണെന്ന് തെളിഞ്ഞും ഒളിഞ്ഞും ചിലർ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ വള്ളം മുങ്ങിയ കാര്യം പറയാനില്ലല്ലോ, അതിന് സമയം കിട്ടണ്ടേ? പറയും. മാമ്പുഴക്കരി ശ്രീനിവാസിൽ രാജപ്പന്റെ മകൾ സുഷമയെ കാണാതായി. അടുത്ത വീട്ടിലെ സുരേഷ് എന്ന ചെത്തുകാരനെയും കാണാനില്ലാത്തതിനാൽ ഒരു ഒളിച്ചോട്ടമാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീധന ലാഭായി. അല്ല ഇന്നെന്താ ഒരു സീരിയൽ കണ്ടില്ലേ? R ബ്ലോക്കിൽ വള്ളം മുങ്ങിയെന്ന്. എപ്പോ? ദേ ഇവിടെ പറഞ്ഞു. ഇവിടെ ചന്ദ്രനെ കാണാൻ വേണ്ടി വെള്ളം മുക്കിയതാ. ഉറപ്പാ അല്ലേടി? സത്യം പറ. അല്ല പിന്നെ R ബ്ലോക്കിൽ വള്ളം മുങ്ങിയിട്ടാണല്ലോ എന്റെ അച്ഛനും അമ്മയും ചത്തത്. ഇപ്പോഴും വെള്ളമല്ലേ? അല്ല വള്ളമല്ലേ? എപ്പോ വേണമെങ്കിലും മുങ്ങാലോ. വീക്ക് വെച്ചൊന്നുണ്ടല്ലോ. ബണ്ട് നിർമ്മാണത്തിന് കേന്ദ്ര സഹായം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. അയ്യേ അയ്യേ എന്ത് വൃത്തിയായിട്ട് പ്രോഗ്രാം ഇവിടെ കാണിക്കുന്നത്.
ഈ കേബിൾ വിഷയമായിട്ട് സഹകരിക്കാൻ ഇനി എന്നെ കിട്ടില്ല. എടാ സ്വന്തം കാല് കണ്ടിട്ട് ഇത്രയും വൃത്തികേടാണെന്ന് പറയുന്ന ആദ്യത്തെ ആൾ നീ തന്നെ ആയിരിക്കും. ഞാൻ ഇന്ന് സോറി, നഗ്നത ഒരു വീക്കൻസാ, അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയി. മലക്കോടാ പണ്ടാരടങ്ങാനായിട്ട് നിന്നെ ക്യാമറാമാനായിട്ട് തീരുമാനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ വെക്കരുതെന്ന്. അതങ്ങനെ കണ്ട ഏപ്പറത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് നടന്നവനെയൊക്കെ പിടിച്ച് ക്യാമറാമാൻ ആക്കിയാ ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും. ഏപ്പറത്ത് കുറ്റം പറയരുത്, അവിടെ അഭിനയിക്കുന്നവര് നിർത്തിയിട്ട് വേണ്ട ഞങ്ങൾക്ക് ക്യാമറ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യണ്ടടാ, ഇന്ന ഇതും കൂടെ ഷൂട്ട് ചെയ്ത് രാത്രി 12 മണിക്കുള്ള അക്കച്ചിയുടെ പടത്തിൽ ബിറ്റായിട്ട് കയറ്റിക്കോ. ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് വള്ളത്തെ ചാടിക്കയറി വെള്ളത്തിൽ വീണിട്ട് സമയത്ത് വാർത്ത വായിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ ഈ നഗ്നത വീക്ക്നെസ് അങ്ങ് ഇരിഞ്ഞാലെ കൂടെ കൊണ്ട് തീർത്താ മതി. ഈ കുട്ടനാട്ടി വേണ്ട, വേറെ ക്യാമറാമാനെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കിട്ടിയ അങ്ങ് നിന്റെ പാക്കപ്പ്. കാശെടു ഫോട്ടോ. കാശോ? ഏത് കാശ്? അപ്പൊ ശരിയായില്ലേ? എന്റെ പെണ്ണ പലചരക്കടെ കാശ് കൊടുത്ത സാധനം വാങ്ങാൻ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റിയല്ല. നീ കളിക്കല്ലേ? ആ കാശ് അത് ശരിയായിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കൂടി 1750. ഇനി എന്നാ ഇതൊക്കെ തിരികെ തരുന്നൂടി പറ. അടുത്ത ആഴ്ച തരാടാ. ടി ഒക്കെ എഴുതി ഇപ്പൊ വരും. വരണേ. വരും. അപ്പൊ രാവിലെ കാണാം. ആ ശരി. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ. ഒരു ചായ പുറപ്പെട്ടു കഴിഞ്ഞ്. എന്തിനാ പൊന്നപ്പെട്ട ഇപ്പൊ ചായക്കട കയറിയേ? നിങ്ങളുടെ വിശപ്പിന്റെ വിളി ഞാനല്ലാതെ വേറെ ആര് കേൾക്കാൻ? എല്ലാരും ഇരിക്കെ വയറ് നിറച്ച് മേടിച്ച് കഴിക്കുക. സുമതി, സുലൈമാനെ എന്താ കഴിക്കാനുള്ളത്? അപ്പോ മുട്ട. എന്നാ ആവശ്യത്തിന് അപ്പവും മുട്ടയെങ്കിൽ പോരടാ. പുറപ്പെട്ടു കഴിഞ്ഞ്. നമസ്കാരം. പൊന്നപ്പെട്ടനോ എത്തി? രാവിലെ ഈ സഹോദരിമാരെ കെട്ടിയൊരുക്കി ഇറക്കണ്ടേ. 10 മണിക്ക് കമ്മിറ്റി, ഉച്ചയ്ക്ക് ബഹളാജാഥ, വൈകിട്ട് സമാപനം. ചന്ദ്രനെ കണ്ടപ്പോ സമാധാനമായി. ഇങ്ങ തന്നെ. എന്ത്? അപ്പൊ അറിഞ്ഞില്ലേ, ഇന്നലെ രസീത് കൊടുത്തിരുന്നു 501 രൂപ. ആ കാശ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ അച്ഛനെ പറ്റി എഴുതിയ കാശല്ലേ, അത് ഞാൻ തരില്ല. ബോട്ട് വന്നു. ചായ ക്യാൻസൽ. ചന്ദ്ര ചന്ദ്ര കാശ് ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അവളമാര് തിന്നുന്ന തീറ്റി കണ്ടോ? ചതിക്കരുത്. തരാം. വീട്ടിലൊരു മച്ചി പശു നിപ്പുണ്ട്, അതിനെ കച്ചവടം ആക്കി തന്നാ രൂപ 501 അപ്പ കൈ തരാം. ഓക്കെ? ഇത് ചക്കയ്ക്ക് വരും ചുക്കെന്ന് പറഞ്ഞ പോലായല്ലോ. ഈ മച്ചി പെണ്ണുങ്ങളോടൊപ്പം മച്ചി പശുവിനെ ഞാൻ ചുമക്കണമല്ലോ. കാശില്ലാതെ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങും? ഇറങ്ങണ്ട, ഇതും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. സഹോദരിമാരൊക്കെ കൂടെ 46 അപ്പവും 16 മുട്ടയും കഴിച്ചിരിക്കുക. കഴിക്കട്ടെ, അവര് കഴിക്കുന്ന എന്റെ സുഖം. ഇവരില്ലാതെ എനിക്കെന്താ ഘോഷം. എനിക്കെന്താ 2 അപ്പവും മുട്ടേ? തീർന്ന് കണ്ടില്ലേ വലിച്ചു കയറ്റുന്നത്. അപ്പൊ കാശ് ഗോൾഡ് മതിയോ? മനമാല. ദേ ഇതിവിടെ എന്തിനാ? ഗോൾഡ്. ഓൾഡ് ഈസ് ഗോൾഡ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. വൈകുന്നേരം കാശ് ഞാൻ തിരിച്ചെടുത്തോളാം. പൊന്നപ്പാ, മൈക്ക് സെറ്റാന്റെ മുന്നിൽ എന്നെ പണം ഇരുത്തി പോലെ ആകരുത്. എന്നെ അങ്ങ് എടുത്തോളാം. എടുത്തോളാം. നേരത്തെ ഇനിയും വെക്കാനുള്ളതല്ലേ. നല്ല പണി തീരുവയാ. വരട്ടെ. വരണ്ട, ഈ പണം ഉരുപ്പിടി വെച്ച് ബാക്കി എല്ലാം എടുത്തോ. അതെയോ? എടുത്തോളാം. കാര്യം എന്തൊക്കെയായാലും സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതിന്റെ അന്തസ്സുണ്ട് ചന്ദ്ര. മച്ചിപ്പശുങ്ങി മച്ചിപ്പശു. നേരം വെളുക്കുമ്പോൾ ആ അന്തസ് കാണുമെന്ന് സംശയമാണ്. ഏതായാലും വില 1750 കുറയും. അതേത് കണക്ക്? അപ്പൊ മറന്നോ എനിക്ക് തരാനുള്ളത്? പോരല്ലോ, പൊന്നപ്പന് 500. എല്ലാം കൂടി കിട്ടുന്ന കാര്യം സംശയിഷ്ട. ആ നാക്കെടുത്ത് വളയ്ക്കാതെ നടങ്ങി. എന്തെങ്കിലും മിച്ചം കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്നു. 1750 കുറയ്ക്കല്ലേ. സൂക്ഷിച്ച് വരുമ്പോഴേ വലത് കാലം വെച്ചിറങ്ങി എനിക്ക് ജോലി ഉണ്ടാക്കരുത്. എനിക്ക് ഇടത് കാലം വെക്കാം. എന്നാ വെക്ക്. ഇത് കേറ്റി കാലിത്തങ്കൻ. ഈ കന്നുകാലി കച്ചവടം നടത്തി കിട്ടിയ പേരായിരിക്കും അല്ലേ? അല്ല, പേര് ഞാൻ നേരത്തെ ഇട്ടു. ഇതെന്റെ ആദ്യത്തെ കച്ചവടമാ. ആലപ്പുഴ ഒരു ചായക്കടയിൽ പൊറോട്ട അടിയായിരുന്നു. ഇറച്ചിയോടുള്ള കൊതി കാരണം അവിടെ ബീഫ് സപ്ലൈ ചെയ്യുന്ന വർക്കിയുടെ സ്റ്റാഫായി. ആദ്യമായിട്ടാ വർക്കി ഒരു കച്ചവടത്തിന് പറഞ്ഞു വിടുന്നത്. ഇനി വെച്ചടി കേറ്റമായിരിക്കും. അവസാനം അടി മാത്രം ആവരുത്. നോ കമന്റ്മെന്റ്സ്. പശുവിടെ ഇവിടെ ഇല്ല, തൊഴുത്തില്ല. തൊഴുത്തിലെങ്കിൽ പശുവിനെ കാണുന്നതിന് മുമ്പ് ആദ്യം അഡ്വാൻസ് എടുക്കുക. അഡ്വാൻസോ? അതിന് വില ഉറപ്പിച്ചില്ലല്ലോ. എന്റെ ഏത് കച്ചവടത്തിനും ആദ്യം അഡ്വാൻസ്, പിന്നെ വില ഉറപ്പിക്കൽ. അതാ അതിന്റെ ഒരു മര്യാദ. അത് എവിടുത്തെ മര്യാദയാണ്? ഇവിടുത്തെ മര്യാദ. പശു നിന്നേം കാത്ത് അവിടെ ആ തൊഴുത്തിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. അഡ്വാൻസ് എന്നിട്ട് വേഗം അങ്ങോട്ടേ അല്ലേ. എത്രയാണ് അഡ്വാൻസ്? 500 രൂപ. വേഗം എന്താ? ഇനി പശുവിനെ കാണുവോ, കച്ചവടം ഉറപ്പിക്കോ, കറക്കോ, പെറിയിക്കോ, എന്താന്ന് വെച്ചാ 500 കിട്ടി. 1 രൂപ വേണ്ട. പശുവിനെ കാണിച്ചതാ. ധൃതി വെക്കാതെ പൂ പറിക്കാൻ പോവല്ല, മൂട്ടിക്കാൻ പോവാ കേട്ടാ. ഒറ്റ വെക്കരുത്. അച്ഛനും അമ്മയും എണീറ്റ എല്ലാം പൊളിയും. അതുകൊണ്ട് മിണ്ടാതെ പതുക്കെ എന്റെ പുറകെവാ. കുട്ടികളെ ബഹളിക്കുന്നു. വാപത്ത് പിടിക്കടാ. എവിടെ പോണ്? വാപത്താൻ നിന്റെ പൊത്ത് തരാടാ ഞാൻ. ഹലോ, മോഷ്ടിക്കാൻ എല്ലാവരും പശുവിനോട് പറഞ്ഞിട്ടില്ല. അയ്യോ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ആദ്യം വില പറ. മോഷ്ടിക്കണ പശുവിന് കാശ് കൊടുക്കുന്ന കാര്യമില്ലല്ലോ. ഇവിടെ മോട്ടിക്കുന്ന പശുവല്ല ഞങ്ങളാ. തനിക്ക് പശുവിനെ വേണം വില പറ. ഇല്ലെങ്കിൽ കിട്ടാൻ പൊന്നപ്പന് കൊടുത്ത് 500 രൂപ ഗോവിന്ദ. അയാളിന് മഷിയിട്ട് നോക്കിയാൽ കിട്ടുകയല്ല. അങ്ങനെയാണെങ്കിൽ 2000 രൂപ. പക്ഷെ അമ്മനീന് തരില്ല.
അമ്മണിയാ ഞാൻ പെണ്ണ് കാണാൻ വന്നല്ല. ഇവിടെ പശുവിന്റെ പേരാ അത്, അമ്മിണി. ആഹാ അങ്ങനെ 2500 വരും. നടക്കുകയല്ല. നടക്കാത്ത പശുവിനെ കൊണ്ട് ഞാൻ അങ്ങനെ ആലപ്പുഴക്ക് പോകും. അയ്യോ എടോ, കച്ചവടം നടക്കൂല എന്നാ പറഞ്ഞത്. 3000 രൂപ തന്നാ പിടിച്ചോ കയറ്. 3000 രൂപ കയറാ. എടോ, കയറിന്റെ അടുത്ത് പശു കാണും. ശരിയാണ്, കയറിന്റെ അടുത്ത് പശുണ്ട്. കള്ളത്തെ ഇത് നടക്കിക്കണ്ട. ഒരു 2750 രൂപ. താൻ ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അച്ഛനമ്മയും വിളിച്ചെണീപ്പിക്കും. അവരെണീക്കാം. തന്റെ മാനവും പോവും, തന്റെ കാശും പോവും, തന്റെ പല്ലും പോവും. അച്ഛൻ്റെ പണ്ടാരങ്ങാനായിട്ട് ഇത് വയറ്റാറ്റയുടെ തകരാറ് കൊണ്ട് കൊച്ചു പെണ്ണായി പോയത് പറയണ്ട. എന്നാ പിടിച്ചേ. അപ്പൊ ഓക്കെ, പശുവും കയറും എന്താണെന്ന് വെച്ചെടുത്തു. എന്റെ 1250 ചന്ദ്ര. ഇത് മുഖം മേലെ അമ്മിന് തന്നെ. എന്റെ തങ്കച്ചോ, താങ്ക്സ്. അപ്പൊ നീ എന്നെ കൊണ്ടേ പോകുമല്ലേ? ആശാനെ, ആരായത്? ഗോവിന്ദനാശാനെ, അതാ വരുന്നു. എന്താ എല്ലാവരും രാവിലെ? ഇന്നലെ രാത്രി അമ്മണി എല്ലാ വീടും കയറി ഇറങ്ങി നശിപ്പിച്ചു. നേരം വെളുത്ത് നോക്കിയപ്പോൾ ചേര വാഴ തയ്യോ ഒക്കെ മറിച്ചിട്ടിരിക്കുന്നു. എന്റെ 8 മൂട് ഏത്തവാഴയാ കടിച്ചു പറിച്ചത്. 2 എണ്ണം കൊല വന്നത്. എന്റെ വീട്ടിലെ അടുക്കള പുറത്തിരുന്ന ചട്ടിയും കലവും ഒക്കെ തവിട് പൊടിയാക്കി. എന്റെ ഭഗവതി, ആരെങ്കിലും അഴിച്ചു വിട്ടതാവും, അല്ലാതെ അവള് പോവില്ല. ഏത് ദുഷ്ടനാണോ ഈ കടുങ്കൈ ചെയ്തത്? ചന്തയെ കൊണ്ടുപോയി വിൽക്കാൻ പറ്റിയിരുന്ന പയറും പടവലും മുഴുവൻ തിന്നു. ഞങ്ങളിനി എന്നാ മതി. എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള നഷ്ടം ഞാൻ തന്നേക്കാം. പോരെ ചന്ദ്ര? ഈശ്വര, ഇയാള് പോയില്ലേ? ലോകോ പോയില്ല. എങ്ങനെ പോകാനാ? നേരം വെളുക്കണവരെ അമ്മയുടെ പുറകെ ഓടി, പക്ഷെ അമ്മയെ കിട്ടിയില്ല. ഓഹോ, അപ്പൊ അമ്മിണി ഓടിയതല്ല, ഓടിച്ചതാണ്. അതെ, വാഴയും തെങ്ങും നശിപ്പിച്ചു എന്ന് പറഞ്ഞ് വീട് മുഴുവൻ ആളുകളാ. നഷ്ടപരിഹാരത്തിന് കണക്കെടുക്കുക. മര്യാദക്ക് ആ കാശ് കൊടുത്തോണം, ഇല്ല തന്നെ ഞാൻ വിടില്ല. അല്ലെങ്കിൽ ഞാൻ പോകൂല. പശുവോ കാശോ ഇല്ലാതെ ആലപ്പുഴ കരയിലൊക്കെ ചെന്ന ആ ഇറച്ചി ഉറക്കി എന്നെ ഇറച്ചി വിലക്ക് തൂക്കി വിൽക്കും. പശുവിനെ കാണിച്ചു തന്നാ മതി. കൊണ്ടുപോകുന്ന കാര്യം ഏറ്റു എന്ന് പറഞ്ഞത് തങ്കച്ചനാണ്. അതെ, അത് ഞാനൊരു ആവേശത്തിന് പറഞ്ഞതല്ലേ. ആണ്. എന്നാൽ ആവേശം ഒട്ടും കളയണ്ട. തന്ന കാശൊക്കെ അപ്പോഴേ തീർന്നു. ഇനി അത് ഉണ്ടാക്കുന്ന കാര്യം നടക്കേയില്ല. അതുകൊണ്ട് അമ്മിണി ആ പറമ്പിൽ എവിടെയോ നിപ്പുണ്ട്. തങ്കച്ചൻ അതിനെ അങ്ങ് വളച്ചോ. നിങ്ങൾ തമ്മിൽ ലൈനായി എപ്പോഴേലും ഒളിച്ചോടിക്കോ. ഞാൻ പോട്ടെ. ചുറ്റും രാസമാലിന്യമാ. കുടിക്കാനും കുളിക്കാനും പറ്റുകയില്ല. ഭൂഗർഭജലം പറ്റി. ദുബായിലോ പഴയ പോലെ കുളിശീലൊന്നും ഇല്ലല്ലോ പൊന്നപ്പൻ ചേട്ടാ. പിള്ളേരൊക്കെ വലുതായി. കുളിപ്പരയിലോട്ട് മാറ്റി. കുന്ത്രാണ്ട് കൊടുത്തു നോക്കല്ലേ. നാട്ടുകാർ കണ്ടാ കുളിപ്പിച്ച് കിടത്തി വെള്ളം വിരിച്ച്. അത് കുഴിയിലേക്കുള്ള ഡ്രസ്സിംഗ് അല്ലേ? ഓർമ്മിപ്പിച്ചത് നന്നായി. കൊള്ളാം. ദുബായ് ജോസിന് സ്വാഗതം. കാശ് മുടക്കിയാലെന്താ, ചീമിനി ജോസിനുള്ള ഇരട്ടപ്പേര് മാറിക്കിട്ടുമല്ലോ. പേര് മാറിയാലും പേര് ദോഷം മാറത്തില്ലല്ലോ. മാറും. പണത്തിന് മീതെ പരന്നും പറക്കില്ല എന്ന് കാരണവന്മാര് പറഞ്ഞിട്ടില്ലേ? അത് ശരിയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കൂടെ നിന്നാ മതി. അത് ഞാൻ ഏറ്റു. എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇപ്പോഴേ അടിച്ചു പൊളിക്കുന്നു. താങ്ക് യു. മതി 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 നിർത്ത്. എന്റെ പൊന്നപ്പൻ ചേട്ടാ, ഗൾഫിൽ പോയി ഇത്തിരി കാശുകാരനായെന്ന് വെച്ച് എന്തിനാ ചെണ്ടകൊട്ടും വെടിക്കെട്ടും ഈ മാലയൊക്കെ? ഇതൊന്നും വേണ്ടായിരുന്നു. നീ കാശുമായി വരുമ്പോ നീ ഇല്ലാതെ എനിക്ക് എന്താ ആഘോഷം? കുണത്താപ്പറമ്പിൽ ജോസ് സ്വീകരണ കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ബില്ലിന്റെ രസീത് എന്റെ കൈവശം തന്നെ ഉണ്ട്. പിന്നെ മേളക്കാർക്കുള്ള കാശ് എവന്റെ വീട്ടിൽ ചെന്ന് അമ്മച്ചിരുന്ന് വാങ്ങിച്ചോ. എന്നാലും എന്റെ പഹയ നിനക്ക് വരാൻ തോന്നിയല്ല. എങ്ങനെ വരാണ്ടിരിക്കും? കല്യാണം കഴിഞ്ഞ് കൊച്ചിനെ കണ്ട് മരിക്കുന്ന അമ്മ ഫോൺ വിളിയോട് വിളിയില്ലേ? ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ 2 മാസം ലീവ് എടുത്ത് വന്നിരിക്കുക. നാളെ മുതൽ പെണ്ണ് കാണാൻ തുടങ്ങുന്നു. ആ കണ്ണാടി എന്തിനാ തലേ വെച്ചിരിക്കും? തലേ വെക്കുന്ന കണ്ണാടിയാ. വേണമെങ്കിൽ മൂത്തും വയ്ക്കാം. സുലൈമാന്റെ ഒരു സുലൈമാനി എടുക്കട്ടെ. വേണ്ടിക്കാ വേണ്ട. കാലത്തേ നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴേ നല്ല കള്ളിന്റെ വിചാരവാ. നല്ല മൂത്ത കള്ളും മീനും കപ്പയും. എന്ത് രസവാ പൊന്നപ്പച്ചേട്ടാ. എല്ലാരെയും വിളിച്ചോ. ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ. ഒന്ന് കൊഴക്കട്ടെ. ജോസഫ് ഇത്തവണ കണ്ട
ഇത് 12 തന്നെ. 12. ഇട്. കിട്ടില്ലെങ്കിൽ അങ്ങനെ അവൻ പകിടേറിഞ്ഞ് പിടിക്കുന്നു. ഇടി തുടങ്ങാനാ, തുടക്കണ്ട. കൊള്ളാം. നീയോടാ ആണ്. ഞാൻ ജോസ്. വെറും ജോസ് അല്ല, ദുബായ് ജോസ്. ഇത് പകിട, പേര് സുരേന്ദ്രൻ. പക്ഷെ ആരും സുരേന്ദ്രൻ എന്ന് വിളിക്കാറില്ല. അപ്പൊ എനിക്കൊന്ന് കളിക്കണം. ഇനി 2 മാസം ഞാൻ ഫ്രീയാ. അവിടെയൊക്കെ തന്നെ ഉണ്ട്. നമുക്കൊന്ന് കൂടിയാലോ വില പൊന്നപ്പൻ ചേട്ടാ? പിന്നെ നിനക്കെന്താ? കള്ളു കുടിക്കണം, താറാവിനെ തിന്നണം, പകിട കളിക്കണം. അക്കാര്യം ജോസ് പറ്റും അല്ലേ? Yes. ജോസ് പോകുന്നവരെ നീ ജോസിന്റെ കൂടെ കുടിക്കോ? അതെ വാ, നമുക്കൊന്ന് അടിച്ച് കേറാം. ഇതാ മുത്തു കൂടെ പിടിച്ചോ, ചേട്ടന്മാരെ കൂടെ കുടിക്കോ. ഭാസ്കരാ, ജോസ് അല്ല, കെട്ട് കഴിഞ്ഞ് വരിക. കെട്ട് കഴിഞ്ഞല്ലടോ, ജട്ടിന്ന് മാലയിട്ട് സ്വീകരിച്ചോണ്ട് വരിക. നീ ആളങ്ങ് മാറിപ്പോയല്ലോടാ ചീങ്കണ്ണി. ഹേയ്, ഇപ്പൊ പേര് മാറ്റി, ജോസ്, ദുബായ് ജോസ്. അതെ, കാലത്ത് വന്ന് വീട്ടിൽ കയറി ഉടനെ കുളിയും കഴിഞ്ഞ് കുപ്പായി മാറ്റി ഇറങ്ങിയതാ, ഒന്ന് അടിച്ച് കേറാൻ. അതിനെന്താ? എടി അങ്ങ് പോ, ഒരു 5-6 കരിമീനെടുത്ത് പൊള്ളിക്ക്. 5-6 കരിമീനൊന്നും പോരാ, ഒരു 10-60 ജനം വേണം. പുറകെ ഒരു ടീം വരുന്നുണ്ട്. അതിനെന്താ? ഇളവനോ മൂത്തതോ? ഇന്ന് മൂത്തത് താറാവും ആയിക്കോട്ടെ. എടിയേ 5-6 താറാവും കൂടെ. ഓ, ശരി. വെളുക്കിരി. അയ്യോ, ഇപ്പൊ കഴിഞ്ഞതാ. അയ്യേ, അതല്ല പറഞ്ഞു, പുറത്തോട്ടിരിക്കാം. അത് ശരി. എന്നതാ, വള്ളംകളി കമ്മിറ്റി ആണോ? ഏയ്, ഷാപ്പ് കവച്ചു വെക്കണ ശരിയല്ലാത്തതുകൊണ്ട് 2 ഗ്ലാസ് വലിച്ചോണ്ട് പോകാമെന്ന് വെച്ചതാ. അറിയത്തില്ലയോ, കൊണത്താപ്പറമ്പിൽ ജോസ്. പിന്നെ ഇത് നല്ല കളി. ഇയാള് പണ്ടെന്റെ ചെവിക്കെല്ലാം തന്നതാ. ഇയാളുടെ ഭാര്യയെ കളിയാക്കിയ പറഞ്ഞതെന്താണെന്ന് എനിക്കറിയാം. അതൊക്കെ മറന്നേക്ക് ജോസ്. എങ്കിൽ പിന്നെ മറക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അടിച്ച് കേറി വാ. ജോസ് വന്ന സമയം ശരിയല്ല അല്ലേ പൊന്നപ്പ? ഇനിയിപ്പൊ ജോസുമായിട്ടൊന്ന് അടിക്കണമെന്ന് വെച്ചാൽ തന്നെ ഈ വള്ളംകളിയുടെ തിരക്കിനിടയിൽ അതിനൊക്കെ എപ്പ സമയം കിട്ടാൻ? അതിനുള്ള സമയമൊക്കെ ജോസ് ഉണ്ടാക്കിക്കോളും. ഞാനും കൂടി അങ്ങ് കൂടിക്കോളാം. അപ്പൊ ഈ വള്ളംകളിയൊക്കെ ഒരുമിച്ചാകാലോ. ഹായ്, നല്ല കരിമീൻ. മൊത്തത്തിൽ എത്ര വില വരും? തങ്കപ്പയ്ക്കാണോ? തങ്ങമക്കാണ് വില പറയാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ മൊത്തമല്ല, ചില്ലറയാ. വെട്ടിക്കണ്ടിച്ച് വിഴുങ്ങുന്ന കാര്യം ഓർത്തുള്ള ചിരിയായിരിക്കും. പിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കാര്യം ഓർത്ത് ചിരിക്കാൻ പറ്റില്ലല്ലോ. പൊന്നപ്പേട്ടാ, വൈകിട്ട് 4-ന് പമ്പിനടുത്ത് തെങ്ങിൻചോട്ടി കാണണം. എന്തിനാ, തേങ്ങ ഇടാനാണോ? അപ്പൊ കമ്മിറ്റിയുടെ കാര്യം മറന്നോ? ഏ? മഹിളാജാതിയുടെ വരവ് ചെലവ് കണക്ക് ഇന്നത്തെ കമ്മിറ്റി വെക്കണം. അയ്യോ. ബാക്കി കാശം മറക്കരുത്. അങ്ങനെ ആ കമ്മിറ്റിയും തീർന്നു. പൊന്നപ്പൻ ചേട്ടോ, കുമ്പസാരിച്ചില്ലേ? ഓ, അവിടെ പാപികളുടെ ഭയങ്കര തിരക്ക്. ആ. ദുബായിക്ക് തിരിച്ചു വന്നേരത്തെ എല്ലാ പോക്കൃത്തങ്ങളും ഒരുമിച്ച് പറയാന്ന് വെച്ച്. അതെ. പൊന്നപ്പൻ ചേട്ടാ, ആ. ഏതാ വരുന്ന പീസ്? ഏത്? അത് ആന്റപ്പന്റെ മൂത്ത മോളാ ഡെയ്സി. അതിന്റെ താഴെ സൂസി. 3-ാമത്തത് ജെൻസി. ഏറ്റവും ഇളയത് ലൂസി. ഒരു ആൺകൊച്ചിനെ തപ്പി പോയതാ. മഹിളാ ജാഥയായപ്പം നിർത്തി. എന്താ ജോസേ, കുർബാനയ്ക്ക് അമ്മച്ചി വന്നില്ലേ? ഓ, ഞാൻ വന്നേ പിന്നെ അമ്മച്ചിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നേരവേ ഇല്ല. വൈകിട്ട് വരും. കെട്ടിച്ചു കയറ്റി പെരുന്നാൾ നടത്താൻ പറ്റോടോ? ദൈവമേ, പെണ്ണ് കാണാൻ മാമാങ്ക ഇതോടെ അവസാനിക്കോ? ആ കെയർ ഓഫ് അത്യാവശ്യം 4 നേരം പുട്ടടിച്ചോണ്ടിരിക്കുക. ഇതൊന്നും നടത്തി തന്നു കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പ് പുട്ടടിയാ. താറാവും വേണം. പിന്നെന്താ? കാശില്ലാഞ്ഞിട്ട് കെട്ടിക്കാണ്ടിരിക്കുക. പണത്തിന് മേൽ പരുന്ത് മാത്രമല്ലടോ, ആന്റപ്പനും പറക്കുകയല്ല. ഈ പണ്ടാരത്തിന് ചെവിയും കേൾക്കൂല. താനെന്ത് വൃത്തികേടാണ് കാണിക്കണം? എന്താണ്? ആരാണെന്ന് അറിയോ? ചന്ദ്രന്റെ അമ്മയാ. അതോ അമ്മ പെങ്ങളെ തിരിച്ചറിയാൻ അയ്യോ, ഞാൻ പശുവിന് കൊടുത്തതാ. അയ്യേ, വൃത്തികെട്ടവൻ. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ഞാനും അമ്മണിയും കൂടെ ഒളിച്ചോടി ഓഹോ, അപ്പൊ പശുവിനെ മോഷ്ടിക്കാൻ വന്നാണല്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ബാ, ഇങ്ങോട്ട് വാ. മോഷ്ടിക്കാനല്ല, ചന്ദ്രന് കാശ് കൊടുത്തതാ. ഓഹോ, അപ്പൊ ആ കക്ഷി താനാണല്ലേ? അതെ, ആ നിർഭാഗ്യവാൻ ഞാനാണ്, കാലിത്തങ്കൻ. കുഞ്ഞേ, തെക്കേത്തറയിലെ ഗീതയുടെ ഇവിടെ എവിടെയാ? എന്താ കാര്യം? ഇതിനു വേണ്ടി ഗീതയെ പെണ്ണ് കാണാൻ ചങ്ങനാശ്ശേരിന്ന് വന്നതാ. പള്ളിക്കെട്ടിന്ന് കയറാന്ന് ബ്രോക്കർ ഗോവലം പറഞ്ഞിരുന്നതാ. കേറിയില്ല. ഇവിടം വരെ വന്ന സ്ഥിതി ഗീത ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. കുട്ടി മാരീഡാണോ? അല്ല, എന്റെ ഇനിയിപ്പോ തെക്കേത്തറയിലേക്ക് പോണോ അമ്മാവ? അതെന്താ? അല്ല, ഈ കുട്ടിയെ കണ്ടപ്പോ കണ്ടപ്പോ
കണ്ടപ്പോ കുട്ടിയുടെ വീട് എവിടെയാ? എവിടെയാ? ഇവിടെ നേരെ പോയ ഒരു തടിപ്പാലം കാണും. പാലം കയറി ഇറങ്ങിയ ഒരു വീടും കുറെ താറാവും. അതാ എന്റെ വീട്. പോട്ടെ. അല്ല നീ അങ്ങോട്ട് പോന്നു? തടിപ്പാലം, താറാവ്. അപ്പൊ തെക്കേ തെരുള്ള ഗീത ആ തറയോട് പോയി ചാകാൻ പറ. ഓ ഒരു നല്ല കാര്യത്തിന് പോയപ്പോ പുറകെ വിളിച്ചു വൃത്തികെട്ടവൻ. തന്നെ വിളിച്ചല്ലോ, ഞാൻ എന്റെ അമ്മനെ വിളിച്ചതാ. ഓ താൻ തന്റെ ഭാര്യ വിളിച്ചാണ്.